അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, അത് എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്, അവിടെ നിന്റെ തിരുമുറിവാകുന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ്, അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത്. ഇന്നും അതുതന്നെയാണ്.
സബ്ജക്റ്റ്. കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ, നമ്മൾ പഠിക്കുകയാണ് വചനം, നമ്മൾ പഠിച്ചാണ് ഇപ്പോൾ വളരാൻ പോണത് കർത്താവിനെ. അപ്പം അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത്. ഇപ്പം ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും, അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി. ഇപ്പം ലൂക്ക 17:5 വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ നിങ്ങൾ ഓർക്കും അപ്പോസ്തലന്മാർ എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം. വെച്ച് കഴിഞ്ഞാല് ഈശോ പറഞ്ഞ് ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണില്ല. അപ്പോൾ അതിന് അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയും, ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോഴേ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷൻ വരികയാണ് ഇവിടെ. എന്താണ്? ക്ഷമ. നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല. ഞാൻ 2 Thessalonians 3:1 കണ്ടില്ലേ? വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് പരസ്നേഹം വളരുന്നത് നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴെന്താ പറയണത്? അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഇപ്പോഴെന്താണ് വചനം പറയണത്? വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ്. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത്. അല്ല നിനക്ക് വൈകാര്യമായിട്ട് അതിന് കഴിവില്ലെന്ന് അങ്ങനൊന്നുമല്ല, നിനക്ക് വെറുപ്പണങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത്. അതൊക്കെ മനുഷ്യന്മാർ. നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസസ് ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ്. ഇതൊരു അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനത്തിൽ അവശേഷിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം. എൻ്റെ പേര് ശില്പ. ഞാൻ വരുന്നത് മേലുകാവ് കോട്ടയം ജില്ലയിൽ നിന്നാണ്. 2ാമത്തെ വട്ടമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ആദ്യത്തെ വട്ടം എനിക്ക് ജോലി കിട്ടി, അതിനനുബന്ധിച്ചിട്ടായിരുന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. 25/9/2021 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും പ്രചാരത്തിൽ യൂട്യൂബ് വഴി അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല ഞാൻ. എൻ്റെ ഒരു റിലേറ്റീവ്, ഒരു ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു കുടുംബ സംബന്ധമായ പ്രശ്നം സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, പോയി നീ ഉടമ്പടി എടുക്ക്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഒന്നും എന്നെ സംബന്ധിച്ചിട്ട് അന്ന് അത്രയും ദൂരം ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞ വീട്ടിൽ പറയുമ്പോൾ ആദ്യം ഇത്രയും ദൂരം പോകണ്ട എന്ന് പറയും എന്ന് വിചാരിച്ച് പോകാം, ചേച്ചിയോട് ശരി പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാനതൊരു ഒഴുക്കം മട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ചെറിയൊരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു വന്നു അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന്. അപ്പം ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ അന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അങ്കിളാണ്. അപ്പം ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ പോയി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. പിന്നീടും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും മാറാണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റില്ല. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പം പെട്ടെന്ന് ഒരു തോന്നൽ. അപ്പം പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിൽ പോകണം. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് രാവിലെ എണീറ്റ് ബെഡിൽ നിന്ന് എണീറ്റ് വന്നോണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, ഇങ്ങനെ പള്ളിയിൽ പോകണം, ആലപ്പുഴയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ദൂരം നമ്മളെങ്ങനെ പോകും? വീട്ടിൽ പറയുമ്പം പോകാൻ പറ്റുമോ, അല്ല സമ്മതിക്കുകയില്ല എന്നൊരിതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞു ആര് വന്നാലും ഞാൻ വന്നില്ലെങ്കിലും ഞാൻ പോകും, എങ്ങനെയായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി. എനിക്കൊരു ബ്രദറുണ്ട്,
അച്ഛനുണ്ട്. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു അവന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പം വീട്ടിൽ ഞങ്ങളേ ഉള്ളൂ. അപ്പം അവൻ പറഞ്ഞു ഓക്കെ ഞാൻ വണ്ടി ഏർപ്പാടാക്കി തരാം, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊന്നും ഇത്രയും എവിടെയാണ് സ്ഥലം എന്നോ നമുക്ക് കറക്റ്റ് ഒരു ഡയറക്ഷനോ വഴിയോ ഒന്നും നമുക്കന്ന് പരിചയമില്ല. ആകെ ഒരു പള്ളിയുടെ പേര് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പേര് മാത്രമാണ് അറിവുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അന്ന് രാവിലെ എണീറ്റ് ഞാനും അമ്മയും കൂടി രാവിലെ ഒരു 4 മണിയായപ്പം വീട്ടിൽ നിന്ന് എണീറ്റ് പോകുന്ന അപ്പം വണ്ടി വിളിച്ച ആൾക്കും നമ്മൾ ചോദിച്ചില്ല വഴി അറിയാവോ എന്ന് ചോദിച്ചില്ല. അപ്പം ഞങ്ങളുടെ വിചാരം ഓക്കെ അവന് വഴി അറിയാമായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ പോന്നു. അപ്പം ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാനും അമ്മയായാലും ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക, അച്ഛനെ കാണുക, നമ്മുടെ പ്രശ്നങ്ങൾ പറയുക, അതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പോൾ വണ്ടിയിൽ കയറി 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നു. വണ്ടിയിൽ കയറി ഇവിടെ വഴിയൊന്നും നമുക്കൊരു പരിചയമില്ല, അന്നൊന്നും ലൊക്കേഷനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഇവന് വഴി അറിയാവോ എന്ന് ചോദിച്ചു. കാരണം ഇവൻ നമ്മളോട് വഴിയൊന്നും ചോദിക്കുന്നില്ല, വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അറിയാമായിരിക്കും, കാരണം ഇവൻ ഇടയ്ക്ക് വരുന്നതായിരിക്കും, അറിയാമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എത്താറായി, കൃപാസനം എത്താറായി. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ ബാക്കിൽ എത്തിക്കഴിഞ്ഞപ്പം അവൻ എന്നോട് ചോദിച്ചു ചേച്ചി ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാപ്പ് നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു നിനക്ക് നീ ഇവിടെ വരാറുണ്ടായിരുന്നോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഉടമ്പടി എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വരുന്നോടം വരെ മാതാവിൻ്റെ ഈ ഒരു ഫോട്ടോ അമ്മ അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെയാണ് മാതാവ് ഇരിക്കുന്നതെന്നോ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ ജസ്റ്റ് ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ, അല്ലാതെ അമ്മ അത് അങ്ങനെയൊന്നും അതുപോലും കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ഗ്രേ കളറാണോ എന്നൊന്നുള്ളൊരു അതുപോലും ഇല്ല. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ വണ്ടിയുടെ ചില്ലിൽ ഈ മാതാവ് ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മാതാവാന്ന് മനസ്സിലായേന്ന് പറഞ്ഞു. അതുവരെയും വഴി തെറ്റാതെ ഞങ്ങളെ കൃത്യമായിട്ട് അമ്മ മാതാവ് ഇവിടെ കൃത്യമായി അന്ന് ഇവിടെ എത്തിച്ചു. വലിയൊരു അനുഗ്രഹമായിരുന്നു. അമ്മ ശരിക്കും ഇപ്പോഴും അതും അതേപോലെ തന്നെ എങ്ങനെയാണോ ഈ നിൽക്കുന്ന അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മളിപ്പം നമ്മുടെ തിരുക്കുമാരൻ ജനിച്ചപ്പോൾ നക്ഷത്രം ആയി വന്നതുപോലെ തന്നെ നമ്മളെ വഴി കാട്ടാനായിട്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ അന്ന് കൊറോണയുടെ സമയമായിരുന്നു. ആരെയും ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല, ഒരു പുറത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോക്കട്ടെ അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമോ എന്നൊരു സാഹചര്യം ചോദിച്ചപ്പം പറഞ്ഞു ഇല്ല, ഉള്ളിലേക്ക് കടത്തി വിടില്ല, കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദൂരെ നിന്ന് വന്നതാണെന്ന് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല, ബോംബെയിൽ നിന്ന് വരെ ആൾക്കാർ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു, അവരെ പോലും കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താ ചെയ്യാന്നൊക്കെ ഞങ്ങളിങ്ങനെ വളരെ കണ്ണീരോടുകൂടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിങ്ങനെ ഒത്തിരി വേദനയോടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം എന്താ ചെയ്യുക, ഇത്രയും കഷ്ടപ്പെട്ട് വന്നു, അല്ലെ കഷ്ടപ്പെടുന്നതിനേക്കാൾ ഒന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുക എന്നായിരുന്നു ഏറ്റവും വലുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പോയാലോ, 8 മണി 8:30 വരെ ഞങ്ങൾ നിന്നു, 8-9 മണി വരെ നിന്നു. എന്നിട്ടും പോയാലോ എന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു ഓക്കെ അച്ഛൻ നിന്നെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്, കയറി വരാൻ പറഞ്ഞു. വേറെ ആരെയും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഒത്തിരി പേര് പുറത്ത് ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ ഞങ്ങൾ ജോസഫ് അച്ഛൻ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരും ഇല്ല ഇവിടെയെങ്ങും, മാതാവിനെ ആരും ഇല്ലാണ്ട് വളരെ എന്താണ് പറയുക നമ്മുടെ മനസ്സ് തുറന്ന് കാണാനുള്ളൊരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു. അച്ഛൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരി മാത്രമേ അച്ഛൻ ഞങ്ങളെ കണ്ട് ചെറിയൊന്ന് ചിരിച്ചു. അത് കഴിഞ്ഞ ശേഷം അപ്പോൾ കൂടെ വന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു ഞങ്ങൾ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, രാവിലെ കഴിച്ചില്ല. ഓക്കെ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഫുഡും തന്ന് വേറെ ആർക്കും അങ്ങനെ കൊടുത്തില്ല എന്നാണ് ഞാനിവിടെ നിന്നപ്പോൾ ഞാൻ വേറെ ആരെയും കണ്ടില്ല അങ്ങനെ വിളിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് തന്നു. അത് കഴിഞ്ഞ ശേഷം മാതാവിനെ കണ്ടു, പ്രാർത്ഥിച്ചു. അപ്പം അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് അന്ന് ഉടമ്പടി എടുത്തില്ല. വീണ്ടും കൃത്യം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും അനിയനും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ അന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിൽക്കേണ്ടതെന്നോ അറിയില്ല. പക്ഷെ ഉടമ്പടി എടുത്തു. ശരിക്കും പ്രാർത്ഥന മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നടത്തിയത് മുഴുവൻ മാതാവായിരുന്നു.
കൈ പിടിച്ച് നമുക്കൊരു വെച്ചാൽ ഇൻവിസിബിളായിട്ട് നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻകൂട്ടി നമുക്ക് ചെയ്ത് തന്ന് എന്താണ് നമുക്ക് വഴി നടത്തേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരു മുന്നിൽ നമുക്കൊരു കുഴി ഉണ്ടെങ്കിൽ ചിലപ്പം കുഴി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. പക്ഷേ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഓക്കെ ഇന്നടത്ത് കുഴിയുണ്ട്, അല്ല ഇന്ന വഴി പോയാൽ അത് തെറ്റിപ്പോകുമെന്ന് അറിയാവുന്ന പോലെ നമ്മളെ കൈ പിടിച്ച് നടത്തി നമുക്ക് നമ്മുടെ മുന്നിൽ അത് നമ്മൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ നമ്മളെ അതിൽ നിന്നുമാണല്ലോ രക്ഷിച്ചത്. അതുപോലെ ആയിരുന്നു അന്നത്തെ എൻ്റെ സിറ്റുവേഷൻസ്. അതിൽ നിന്നെല്ലാം ദേവമാതാവ് എന്നെ കൈപിടിച്ച് നടത്തി ഇവിടെ എത്തിച്ചു. അതിനൊരു വലിയൊരു നന്ദി എൻ്റെ മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനായിട്ട് എനിക്കെൻ്റെ ജോലിയായിരുന്നു. ഞാൻ ടീച്ചറായിരുന്നു. അപ്പം ഞാൻ ഒരു കോളേജിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ അതെനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ കുറച്ച് നാൾ ഡൽഹിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ജോലിക്കൊന്നും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു വിധത്തിലും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ അടുത്ത് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് വിളിക്കും, പക്ഷെ ഒന്നും അങ്ങ് ഇൻ്റർവ്യൂ വരെ എത്തും, പിന്നെ അത് എന്താണോ വിളിക്കാം എന്ന് പറഞ്ഞ് വെക്കും. അങ്ങനെ ഒന്നും ഒരു ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് ആദ്യം ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ നിന്ന് എനിക്ക് ആദ്യം ഒരു സ്കൂളിൽ നിന്ന് ജോലി ഇൻ്റർവ്യൂ പോലും എടുത്തില്ല. എന്നാണ് നീ വന്ന് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അവിടെ ജോലി തന്നത്. അത് കഴിഞ്ഞ് അതോടൊപ്പം അത് പറഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എനിക്ക് ഓൺലൈനായിട്ട് 2 ജോലിയും ഒരുമിച്ച് ഒരു ദിവസം തന്നെ എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് ജോലി ചെയ്തു. ഞാനൊരു 6 മാസത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് പോകാം എന്നുള്ളൊരു ചിന്ത വന്നു, നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു 1 ഇയറോളം ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ വീണ്ടും എനിക്ക് സ്കൂളിൽ ജോലി കയറി. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ICSE സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ വിവാഹമാണ്. എൻ്റെ വിവാഹത്തിന് ഞാൻ പറഞ്ഞിരുന്നു കുടുംബസംബന്ധമായിട്ടാണ് ആദ്യം ഉണ്ടായെന്നുള്ളത്. അതെല്ലാം മാറ്റിത്തന്ന് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ നവംബർ 8-ാം തീയതി എൻ്റെ വിവാഹം നടന്നിരുന്നു. അതും മാതാവ് കാണിച്ചു തന്ന ഒരു ഡേറ്റാണ്. ഞാൻ എങ്ങനെ ഏത് ഡേറ്റ് എടുക്കും, എങ്ങനെ എടുക്കും എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഡേറ്റ് കണ്ടു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചൊരു വചനം എടുത്തു. അതിലും 8 ദൈവം മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ നോക്കി ഡേറ്റ് എന്താണ് എല്ലാവർക്കും ഫീസിബിൾ ആവുക. 8, 9, 10 3 ഡേറ്റ് പറഞ്ഞു. പക്ഷേ അതിലെല്ലാവർക്കും പറ്റുന്നതും അല്ല എല്ലാവർക്കും സൗകര്യപ്രദമായ ഡേറ്റ് 8 തന്നെ കാണിച്ചു. അങ്ങനെ നവംബർ 8-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയാനായിട്ട് രോഗശാന്തി. ഇതെൻ്റെ അങ്കിളാണ്. അങ്കിളിന് എന്നുവെച്ചാൽ കൂലിപ്പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ എങ്കിൽ പോലും ഒരിടയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ നോർമലി നമ്മൾ വിചാരിക്കുന്ന പോലെ കുഴപ്പമില്ല, വല്ല പനിയുടെ ആണ് അങ്ങനെ വിചാരിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞ ശേഷം ശ്വാസം എടുക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടായി. ചുമയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി, വല്ലാണ്ട് ഇങ്ങനെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ ഇവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ മൂത്ത കുട്ടി നഴ്സിങ്ങിന് പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ വീട്ടിൽ അവനുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം അമ്മായി ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വന്നു. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴും എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് മാറ്റി നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ടൈമിലും ആൾ വല്ലാണ്ട് ഹോസ്പിറ്റലിൽ അത്രയും നേരം കിടന്നിട്ടും യാതൊരു വെച്ചാൽ വന്നതിനെ പോലെ തന്നെ ഏകദേശം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴും ഹോസ്പിറ്റലിൽ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ടൊരവസ്ഥ, ബോഡിയൊക്കെ ഭയങ്കരമായിട്ടും വേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 3 അറ്റാക്ക്, മേജർ അറ്റാക്ക് 3 എണ്ണം കഴിഞ്ഞു, ഇനി ഒരെണ്ണം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾ വല്ലാണ്ടായി. ഡോക്ടർമാരൊക്കെ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്ക്, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാം, അതല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. അത്രമേൽ പറഞ്ഞു. എന്നാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായി. ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആൾക്കൊട്ടും പറ്റുന്നില്ല. ഇങ്ങനെ കഫം ഇങ്ങനെ ചുമയ്ക്കുമ്പം കഫത്തിൻ്റെ കൂടെ ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് 3 മേജർ അറ്റാക്ക് കഴിഞ്ഞു, ഇനി യാതൊരു വിധത്തിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ പാടില്ല.
ഒരു തുള്ളി വെള്ളം, ഒരു 1/2 സ്പൂൺ വെള്ളം പോലും ആൾക്ക് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാശ് രൂപമാണ് എപ്പോഴും. ഞാൻ എവിടെ പോയാലും പുറത്തേക്ക് ഇറങ്ങിയാലും ഞാൻ എൻ്റെ കാശ് രൂപം ഞാൻ എപ്പോഴും എൻ്റെ ദേഹത്തെ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം ഞാൻ എടുത്തു കൊടുത്തിട്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, കൈ തൊട്ട് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആൾ പതിയെ റിക്കവർ ആകാൻ തുടങ്ങി. അത് ശരിക്കും നമുക്ക് വിസിബിളാണ് ആ കാര്യം. ശരിക്കും എന്താണ്, അതുവരെയും ഒരു 1/2 ടീസ്പൂൺ പോലും വെള്ളം പോലും ഇറക്കാൻ, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലായിരുന്നു. ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്, വേറൊന്നും കയ്യിലില്ലായിരുന്നു, പെട്ടെന്ന് ധൃതിയിലെടുക്കാൻ വിട്ടുപോയി, ആകെ ഉണ്ടായിരുന്ന ഇതായിരുന്നു. അത് പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് ശേഷം ആൾ റിക്കവറായി തുടങ്ങി. ഇപ്പം ഈ നിൽക്കുന്ന അവസ്ഥയിൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. 8 വർഷത്തോളമായിട്ട് മുട്ട് മടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ പാടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച്, ആദ്യം ചെന്ന് പ്രാർത്ഥിച്ചപ്പം നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് അത്ര നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചു. തേച്ച് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വളരെ കൂടി. അപ്പം വിചാരിച്ചു തേക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി തേച്ചത് അബദ്ധമായോ എന്ന് വിചാരിച്ച് വീണ്ടും 2ാമത്തെ ദിവസം എന്തായാലും തേച്ചതല്ലേ എന്ന് വിചാരിച്ച് 2ാമത്തെ ദിവസം ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും പോയി എന്ന് പറയാം. കാരണം എനിക്കത് ഇങ്ങനെ ഒരു മിറക്കിൾ ഉണ്ടാവുമെങ്കിൽ ഉറപ്പായി ഞാനതൊരു ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു. പക്ഷേ ഇപ്പോഴായിരുന്നു ഞാനത് എടുത്ത് വെച്ചേനെ. പക്ഷെ അന്ന് അത്രയും എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ കാലിൻ്റെ വേദന മാറി. ഇപ്പോൾ കാലിനൊരു ബുദ്ധിമുട്ടില്ല, സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് അലർജിക്കായിട്ട് ഇങ്ങനെ പൊല്യൂഷൻ്റെ അലർജി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതും ഇതുപോലെ തന്നെ വിശുദ്ധ ഉപ്പിൻ്റെ ഇതും കൊണ്ട് മാറിക്കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് കുറച്ച് നാളായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തുടങ്ങിയത് മുതൽ ആഗ്രഹിച്ചാണ് നമ്മുടെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്, ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ടൗണിലേക്ക് മാറണമെന്ന് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അതുപോലെ ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായി പത്രം, ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിക്കും. സ്കൂളിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ബസ്സിലിരിക്കുന്നവർക്കൊക്കെ പത്രം കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ പത്രം വാങ്ങിക്കുമ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും. പക്ഷെ പിന്നീട് അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ ചെന്ന് പോയി കഴിയുമ്പോഴായിരിക്കും അവർ പറയും ഇപ്പോൾ 2 പേര് വന്നു പോയി, 3 പേര് വന്നു പോയി എന്ന് പറയും. ആ കിട്ടുന്ന പത്രങ്ങൾ മുഴുവൻ അവരുടെ ടേബിളിൽ വെക്കാനും അവരുടെ ചോറ് പൊതിയാനും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ പൊതിയാനും ഒക്കെ ആയിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനത് ഹോസ്പിറ്റലിൽ കൊടുക്കാറില്ല. അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ അത് ചുമ്മാ വെറുതെ അലക്ഷ്യമായിട്ടിട്ട് കളയുകയാണ് പത്രങ്ങൾ. അതിൻ്റെ നമ്മൾ പറയും, കൊടുക്കുമ്പോഴൊക്കെ പറയും ഇതിങ്ങനെ കീറി കളയരുത്, പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് തരുന്നതാണ്, കളയരുതെന്ന് പറഞ്ഞാൽ മേടിക്കുമ്പോഴാ ശരി എന്ന് പറഞ്ഞ് മേടിക്കും. പക്ഷെ അതിൻ്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കാണ്ട് തന്നെ വീണ്ടും അത് വാങ്ങിച്ച് വെറുതെ വെക്കുക, കെയർലെസ് ആയിട്ടത്. അവിടുന്ന് ഒരു തവണ ഞാൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, ഇത് പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്ന പത്രമാണ്, ഇതിവിടെ ഞങ്ങളെടുത്ത് വെറുതെ കത്തിച്ച് കളയാണ്, നിങ്ങളിനി ദയവ് ചെയ്ത് ഇതിവിടെ കൊടുക്കരുത്, ഇങ്ങനെ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് മറ്റെവിടെയെങ്കിലും കൊടുക്കുക എന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ പരമാവധി ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ അവിടെ വരുന്നവർക്ക് കൊടുക്കും. രോഗികളുടെ കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ വാങ്ങിച്ചിട്ട് കളയാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ, ചോറ് കൊടുക്കാറുണ്ട്, വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്, വസ്ത്രമില്ലാത്തവർക്ക് എന്നാൽ കഴിയുന്ന പോലെ തന്നെ വസ്ത്രം കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയത്തിൽ ഇങ്ങനെ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ഒരു അനാഥാലയമുണ്ട്, അവിടെ പറ്റുന്ന പോലെ ഡ്രസ്സ് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. ശില്പ എന്ന ഈ മകള് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദൂതനെ തങ്ങൾക്ക് മുമ്പേ അയച്ച്, അതായത് തങ്ങളുടെ വണ്ടിയിൽ തന്നെ അമ്മ മാതാവ് ഉണ്ടായിരുന്നു, അമ്മ മാതാവ് വഴി കാണിച്ചുകൊണ്ട്
ഇവിടെ വരെ ഞങ്ങളെ കൊണ്ടുവന്നു. ഇതൊക്കെ തൻ്റെ അമ്മയ്ക്കാണത് മാതാവ് ആ ഒരു ദർശനം അമ്മയാണ് കാണുന്നത്. അങ്ങനെ ഒരിക്കലും പരിശുദ്ധ അമ്മയെ കണ്ടിട്ടില്ലാത്ത തൻ്റെ അമ്മ ഇവിടെ വന്നിട്ടാണ് ഇതേ സ്റ്റാച്യു, ഇതേ കളറിലെ അമ്മയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മെ നയിച്ചുകൊണ്ട് മുമ്പേ നടന്നത്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് വരുന്നത് തന്നെ അമ്മയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ്. നാം ഓരോരുത്തരും അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് പിന്നീട് അതെല്ലാം പരിഹരിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ അമ്മ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു, അച്ഛൻ വളരെ പ്രത്യേകമായി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3:10 മുതലുള്ള തിരുവചനങ്ങളാണ് വീണ്ടും നമുക്കിത് കാണുവാൻ കഴിയുക. സ്വർഗ കവാടങ്ങൾ തുറന്ന് എങ്ങനെയാണ് ശില്പയ്ക്കും കുടുംബത്തിനും ദൈവം അനുഗ്രഹം വർഷിച്ചത് അവരുടെ കുടുംബത്തിലേക്ക്. തനിക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി. എല്ലാറ്റിലും ഉപരിയായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുടുംബങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതിനു മുമ്പ് ഇതൊന്നും അറിയില്ല, ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും കേട്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികൾ പിന്നീട് എങ്ങനെ ഈശോയെ മറ്റുള്ളവരിൽ കാണുവാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ തൻ്റെ കുടുംബം മുഴുവനും അത് ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിൽ തനിക്ക് കിട്ടിയ ജോലി, അതുപോലെ തൻ്റെ അങ്കിളിൻ്റെ രോഗസൗഖ്യം, അമ്മയുടെ രോഗസൗഖ്യം, ഇങ്ങനെ കുടുംബത്തിലേക്ക് നിരവധിയായ കൃപകളാണ് ലഭിച്ചത്. കൃപാസന പത്രമൊക്കെ അതെത്ര തീഷ്ണതയോടെയാണ് അത് അലസമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ടാകണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്. ഇത് എൻ്റെ ഈശോയുടെ പത്രമാണ്, എൻ്റെ അമ്മയുടെ കൈയാണിത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതാണ് പറയുക, കൃപാസന പത്രം അമ്മയുടെ കൈയാണെന്നാണ് പറയുക. അമ്മ നമ്മെ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന കൈയാണ് കൃപാസന പത്രം. അപ്പോഴങ്ങനെ വിശുദ്ധമായിട്ട് നാം അതൊക്കെ കൈകാര്യം ചെയ്യുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു ആദരവ് തോന്നും, നമുക്ക് വിഷമം തോന്നും. ഇങ്ങനെയൊക്കെ ലക്ഷ്യമായിട്ട് കൃപാസന പത്രം കിടക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതോ ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഈ മകൾ എത്ര സൂക്ഷ്മതയോടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ആരൊക്കെ സൂക്ഷ്മതയോടെ തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അവരുടെ കാര്യത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടെ ഈശോയും പ്രവർത്തിക്കും. അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് കാര്യങ്ങൾ പറയും. ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തെ കരങ്ങളടിച്ച് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.